അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച മാധ്യമം ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: തെരുവിന്റെ കാവലാളെത്തി, ജീവൻ രക്ഷിച്ച നസീറയെ തേടി. ഇതാണ് ഹെഡിങ്. വാർത്ത ഇങ്ങനെയാണ് തുടങ്ങുന്നത്: തൊണ്ടയിൽ കുരുങ്ങിയ എല്ലിൻ കഷ്ണം പുറത്തെടുത്ത് ജീവൻ രക്ഷിച്ച നസീറയെ തേടി തെരുവ് നായ് എത്തി. കൽപ്പറ്റ. തൊഴിലുറപ്പ് തൊഴിലാളിയായ വയനാട് പിണങ്ങോട് ലക്ഷം വീട് കോളനിയിലെ ഒടുങ്ങാട് നസീറയുടെ അനൽപമായ ജീവകാരുണ്യത്തിന്റെ കഥയാണിത്. ഒപ്പം തന്റെ ജീവൻ രക്ഷിച്ച വീട്ടമ്മയെ സ്നേഹം കൊണ്ട് പൊതിയുന്ന നായയുടെയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പട്ടികളുമായി നായകളുമായി മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അടിവരയിട്ട് പറയാനുള്ളത്. മുസ്ലിം സമുദായം കൂടുതൽ നായ സൗഹൃദമാകേണ്ടതുമുണ്ട്. പട്ടികൾ ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദിക്കും ഫൽയഗ്സിൽഹു സബ്അ മർറാത്തിൻ ഊലാഹുന്ന ബിത്തുറാബ്. നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അവൻ അത് 7 പ്രാവശ്യം കഴുകണം. അതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ട്, അല്ലെങ്കിൽ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്നാണ് വിവക്ഷ. അപ്പൊ ഇത് സാധാരണഗതിയിൽ നായയുടെ കാര്യത്തിലാണ് ഇപ്പൊ ഈ ഹദീസ്. നായ മാത്രമല്ല, നമ്മൾ വളർത്തുന്ന, നമ്മളുമായി സമ്പർക്കപ്പെടുന്ന എല്ലാ ജീവികളെയും നമ്മൾ ആവശ്യമായ, അവയോട് നമുക്ക് അതിരറ്റ വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതിൽ മിതത്വം പാലിക്കുകയും ആവശ്യമായ അകലത്തിൽ അവയെ നിർത്തുകയും ചെയ്യണം എന്ന് പറയുന്നത്, അവയെ നമ്മുടെ ആജന്മ ശത്രുക്കളായി കാണണം, അവയെ ബഹിഷ്കരിക്കണം, അവയോടുള്ള വെറുപ്പ് നമ്മൾ മുഖമുദ്രയാക്കണം, ആ ജീവിയെ കണ്ടാൽ നമ്മൾ കോപം കൊണ്ട് വിറയ്ക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ പൂച്ചകളുമായിട്ട് അമിതമായ സമ്പർക്കം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ ഈ പോറ്റ് മൃഗങ്ങളുമായി, നമ്മുടെ ഈ പെറ്റുകൾ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെട്ട മൃഗങ്ങളുമായിട്ടുള്ള നിയന്ത്രണാതീതമായ സമ്പർക്കം കൊണ്ട് മനുഷ്യർക്ക് വരാവുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പട്ടി തലയിട്ട പാത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഹദീസ് വന്നു എന്നതിന്റെ പേരിൽ പട്ടികളെ നമ്മൾ പാടെ ബഹിഷ്കരിക്കണമെന്നോ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ യുദ്ധം, അവിടെ നെതന്യാഹുവിന്റെ ജനതയേക്കാൾ എത്രത്തോളം മാനുഷികത, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ മാത്രമല്ല, നെതന്യാഹുവിന്റെയും അയാളുടെ കൗമിന്റെയും മാനുഷികതയേക്കാൾ, കാരുണ്യത്തെക്കാൾ, അല്ലെങ്കിൽ സ്നേഹത്തെക്കാൾ കൂടുതൽ പലപ്പോഴും അവിടെ ഗസ നിവാസികൾക്ക് തണലായി, സഹായമായി, ഒരു അത്താണിയായി വർദ്ധിച്ചിട്ടുള്ളത് നായകളാണ്. അവിടെ ഇസ്രായേലി സൈന്യത്തെ ഓടിക്കുന്നതിൽ അവിടുത്തെ പട്ടികൾ മുൻപന്തിയിലാണ്. പട്ടികളെ പേടിച്ചിട്ട് പലപ്പോഴും ഇസ്രായേലി സൈന്യം അവിടെ നിന്ന് ഓടേണ്ടി വരികയും പിന്നെ പട്ടികളെ തുരത്താനുള്ള പുതിയ സാങ്കേതിക വിദ്യയുമായിട്ട് അങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. സർവോപരി നമുക്കറിയാം, പട്ടികൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പോലും അതിരറ്റ നന്ദി അവയ്ക്കുണ്ട്. എന്നാൽ കേറിക്കിടക്കാൻ ലോകത്ത് 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാതെ എല്ലാവരാലും ആട്ടിയോടിക്കപ്പെട്ട് അഭയാർത്ഥികളായി ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന യഹൂദികൾക്ക്, ഈ നെതന്യാഹുവിന്റെ ആളുകൾക്ക്, ഫലസ്തീനികൾ കേറിക്കിടക്കാൻ ഭൂമി കൊടുത്തതിന്റെ, ഇവിടെ നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞ് അവരോട് ഒരു സഹാനുഭൂതി കാണിച്ചതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഫലസ്തീൻ ജനത, ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് പട്ടിക്കുള്ള നന്ദി പോലും ആ ജനതയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരിത്രത്തോളം ക്രൂരന്മാരായത്, ഇത്രത്തോളം ഹിംസ്ര ജന്തുക്കളായി മാറിയത്. എന്നാൽ പട്ടികളെ സംബന്ധിച്ച് അവയുടെ വിവേകത്തെയും വിവേചനബോധത്തെയും അവയുടെ അറിവിനെയും എല്ലാം ശ്ലാഘിച്ചുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ മാഇദ 4-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മ അല്ലമക്കുമുല്ലാഹ്.
അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ, അതായത് കൽബ് എന്നതിൽ നിന്നാണ് കല്ലബ, അതിന്റെ ഇസ്മുൽ ഫഅല, ബാബിന്റെ ഇസ്മുൽ ഫായിലാണ് മുക്കല്ലിബ്, അതിന്റെ ജമ്മാണ് മുക്കല്ലിബീന. അപ്പോ ആ പട്ടികളെ ആ നിലയിൽ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അതിനെ ഉദാത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ പട്ടികളെ നിന്ദ്യമായിട്ടല്ല, വളരെ ആദരപൂർവ്വം ഉദാത്തമായിട്ട് പരാമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പട്ടികളെ, നായകളെ. അതുപോലെ തന്നെ അസ്ഹാബുൽ കൗഫ്, ദഖിയാനൂസ് രാജാവിന്റെ കിരാതവാഴ്ചയിൽ പൊറുതിമുട്ടിയ ഏതാനും വിശ്വാസികൾ അവിടെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവരോടൊപ്പം അവർക്ക് കാവലാളായി ഒരു നായ ഉണ്ടായിരുന്ന കാര്യം സൂറത്തുൽ കഹഫില് അവരിൽ നായയെ കുറിച്ച് അവിടെ പ്രയോഗിക്കുന്ന അറബി ഭാഷാ പ്രയോഗങ്ങൾ മനുഷ്യരെ കുറിച്ച് പ്രയോഗിക്കുന്നത് പോലെ വളരെ വലിയ ഒരു നിലവാരത്തിലാണ് അല്ലാഹു തആല നായകളെ പരാമർശിക്കുന്നത്. പക്ഷെ ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ പട്ടികളും മുസ്ലിം സമുദായവും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായ പോലെ ആണ് പലപ്പോഴും തോന്നുന്നത്. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂടുതൽ പർവ്വതീകരിച്ച് മുസ്ലിങ്ങളെ വല്ലാതെ മോശക്കാരായിട്ട് പട്ടിയുടെ പേരിലും പലതിന്റെ പേരിലും എന്ന പോലെ പട്ടിയുടെ പേരിലും, യഥാർത്ഥത്തിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നസീറയാണ് പട്ടിക്ക് തുണയായത്. പട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ, അതിന്റെ വേദന അകറ്റാൻ, അതിന് ആശ്വാസമേകാൻ ഈ കൽപ്പറ്റയിലെ തൊഴിലുറപ്പ് ജീവനക്കാരിയായ നസീറയ്ക്ക് പ്രചോദനമായത് അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നായയ്ക്ക് ദാഹിച്ചു വലഞ്ഞ നായയ്ക്ക് വെള്ളം കോരി കൊടുത്ത കാരണത്താൽ ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയിട്ടുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്ന കാരണം ചില ആളുകൾ നരകത്തിൽ പോയ കാര്യവും അതേ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നായകൾ എന്ന് പറയുന്നത് നമുക്ക് അസ്പൃശ്യമായ, ബഹിഷ്കരിക്കപ്പെടേണ്ട ഒരു ജീവിയാണ് എന്ന നിലയിലുള്ള ചില ആളുകളുടെ മനസ്സിലാക്കലുകളിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഈ നായയുടെ കാര്യത്തിൽ മുസ്ലിം സമുദായം ഒന്ന് ഈ ടെസ്റ്റിന് കയറ്റേണ്ടതുണ്ട്. ഈ ടെസ്റ്റിന് വണ്ടി കയറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിമുടി പൊളിച്ചു മാറ്റുക എന്നുള്ള, എഞ്ചിൻ മാറ്റുക എന്നുള്ള ഒന്നുമല്ല. ഒന്ന് പെയിന്റ് അടിച്ചാൽ മതി, അപ്പൊ തന്നെ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ സമ്മതിക്കും. എന്നതുപോലെ നായകളെ കുറിച്ച് ഖുർആനിലും ഹദീസിലും ഫിഖഹിന്റെ കിതാബുകളിലും നല്ല നിലയിലും പരാമർശിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പട്ടികളോട് ശത്രുതയുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. സർവോപരി വേട്ടയുടെ ആവശ്യത്തിന് വേണ്ടി, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി, കാവലിന്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ പട്ടികളെ വളർത്താമെന്നും പട്ടികളുള്ള വീടുകളിലെ റഹ്മത്തിന്റെ മലക്കുകൾ കടക്കുകയില്ല എന്ന ആ പരാമർശത്തിൽ നിന്ന്, അധ്യാപനത്തിൽ നിന്ന് അത്തരം നായകൾ ഒഴിവാണ് എന്ന് നമുക്ക് ഹദീസിന്റെ ഫിഖഹിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. എന്നാൽ ഈ റഹ്മത്തിന്റെ മലക്കുകൾ കടക്കുന്നതിന് തടസ്സമാകുന്ന നായ സമ്പർക്കം എന്ന് പറഞ്ഞാൽ യാതൊരു ആവശ്യവുമില്ലാതെ പട്ടികളുടെ സ്വതന്ത്രമായി വിഹാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവയെ വെറുതെ കെട്ടിയിട്ട് പട്ടികളെ പീഡിപ്പിക്കുക. അപ്പൊ പട്ടികൾക്ക് അത് വേദനയാണെങ്കിലും ആ പട്ടികളോടൊപ്പം ഉല്ലസിക്കുന്ന, പട്ടികളെ കൊണ്ട് വിനോദിക്കുന്ന ആളുകൾക്ക് അത് രസമാണ്. ആ ക്രൂരതയാണ് കാരുണ്യത്തിന്റെ മലക്കുകളുടെ വീടുകളിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമാകുന്നത്. അല്ലാണ്ട് പട്ടി കൊള്ളൂലാച്ചിട്ടല്ല. ആ ഒരു കൃഷിയുടെ ആവശ്യം അയാൾക്കില്ല ഈ പട്ടീനെ കൊണ്ട്, വേട്ടയുടെ ആവശ്യമില്ല, കാവലിന്റെ ആവശ്യമില്ല, കേസന്വേഷണത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ ഇയാൾ ഈ പട്ടിയുടെ സ്വാതന്ത്ര്യം ധ്വംസിച്ചിരിക്കുന്നത്? ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും എന്ന് ആ കവിവാക്യം പോലെ ആ പട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്നതിലൂടെ ഈ മനുഷ്യൻ കാണിക്കുന്ന കാരുണ്യരാഹിത്യമാണ് കാരുണ്യത്തിന്റെ മാലാഖമാരുടെ ആ വീട്ടിലേക്കുള്ള പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ആ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാലിക്കി മദ്ഹബിൽ പട്ടി നജസേ അല്ല. മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാര് അത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതിനവര് പറഞ്ഞ ന്യായം ലഹൂക്കാലും വാലോ എന്നാണ്. അതായത് ആടിനെ പോലെ തന്നെ പട്ടിക്കും 4 കാലും വാലും ഉണ്ടല്ലോ എന്ന് സരസമായിട്ട് അവർ പറഞ്ഞു പോയതാ. ഈ പട്ടിയോട് ആജന്മ
ശത്രുത വെച്ച് പുലർത്തുന്ന ഏതോ മുട്ടാളന്മാരെ മയക്കാൻ വേണ്ടി അവരൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതോ സരസനായ പണ്ഡിതൻ പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് നാളെ തന്നെ അത് തുടങ്ങുന്നതും വേണ്ട. ഏത് അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ചുരുക്കത്തിൽ നമ്മൾ കുറച്ചുകൂടി നായകളെയും അവയുടെ മനസ്സിനെയും നമ്മൾ മനസ്സിലാക്കണം. മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യരെ പോലും ആവശ്യമായ മിതത്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കാൻ പാടുള്ളൂ. അഹിബ്ബ ഹബീബക്ക ഹൗനമ്മ ഫഅസാ അൻ യകൂന ബഗീലക ഹൗനമ്മ അബ്ഗിൽ ബഗീലക ഹൗനമ്മ ഫഅസാ അൻ യകൂന ഹബീബക്ക യൗമമ്മ. നീ നിന്റെ ശത്രുവിനെ മിതമായി മാത്രം വെറുക്കുക, അവൻ എന്നെങ്കിലും നിന്റെ മിത്രമായി മാറിയേക്കാം. നീ നിന്റെ മിത്രത്തെ മിതമായി മാത്രം സ്നേഹിക്കുക, കാരണം എന്നെങ്കിലും അവൻ നിന്റെ ശത്രുവായും മാറിയേക്കാം എന്ന് പറഞ്ഞതുപോലെ അപകട സാധ്യതയെ ദൂരീകരിക്കുന്ന തരത്തിൽ ആവുന്ന അനുവദനീയമായ, ശാസ്ത്രീയമായും മതപരമായും ഭൗതികമായും മതപരമായും അനുവദനീയമായ ഒരു അകലത്തിൽ നിന്നുകൊണ്ടാണ് എന്തിനേയും നമ്മൾ പോറ്റുകയും സ്നേഹിക്കുകയും വത്സലിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത്.